2030 ലോകകപ്പിൽ 64 രാജ്യങ്ങളെ പങ്കെടുപ്പിക്കാൻ ഫിഫ ഒരുങ്ങുകയാണ്. കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനമെന്ന് പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറഞ്ഞു. കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കളിയുടെ മികവ് കുറയുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിന്മേൽ പലരും അതൃപ്തി പ്രകടിപ്പിക്കുന്നുമുണ്ട്. 1930 യുറോഗയിൽ തുടങ്ങിയതാണ് ലോകം ഒരു പന്തിനു ചുറ്റുമുള്ള ഈ ഓട്ടം. 13 രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത കാൽപന്ത് കളി ഇന്നത് 23ാമത് പതിപ്പിൽ എത്തിച്ചേരുമ്പോൾ കാണികളെ കൊണ്ടും കളിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൊണ്ടും റെക്കോർഡുകൾ തകർത്താണ് ജൈത്രയാത്ര. കാൽപന്ത് കളിയിൽ ഫിഫ 100 വർഷം തികയ്ക്കുമ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമെന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറയുന്നത്. കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2030 64 രാജ്യങ്ങളെ പങ്കെടുപ്പിക്കാനാണ് ഫിഫയുടെ നീക്കം. ചെറിയ രാജ്യങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള പ്രചോദനമാകും തീരുമാനമെന്നും ഫിഫ കരുതുന്നു. അങ്ങനെയെങ്കിൽ 128 കാൽപന്ത് യുദ്ധങ്ങളുമായി ഒരു കാൽപന്ത് മാമാങ്കം തന്നെയാകും ലോകത്തെ 2030 കാത്തിരിക്കുക. ഇക്കുറി യോഗ്യത ലഭിച്ച 10 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 9 നോക്കൌട്ട് കടന്നതടക്കം 48 രാജ്യങ്ങളും 100% മികച്ചതാണെന്നും ലോകകപ്പ് യൂറോപ്പിനും തെക്കേ അമേരിക്കയ്ക്കും മാത്രമുള്ളതല്ല എന്നും ഫിഫ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല മത്സരവേദിയിലും ഫിഫ പുതിയ വഴി സ്വീകരിക്കുകയാണ്. 3 ഭൂഖണ്ഡങ്ങളിലായി യുറുഗ്വേ, അർജന്റീന, പാരഗ്വേ, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങി 6 രാജ്യങ്ങളിലായാണ് 2030 മത്സരം നടക്കുക. ഫിഫ പ്രസിഡന്റിന്റെ ഈ പരാമർശത്തിന് പിന്നാലെ യുഎഫ പ്രസിഡന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. കളിയുടെ നിലവാരം കുറയുമെന്നുള്ളതാണ് വാദം. എന്തായാലും 64 എന്ന നമ്പറിൽ ഫിഫ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും വിശ്വവേദിയുടെ 100ാം വാർഷികം കെങ്കേമമാകും. വേൾഡ് കപ്പ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.